ഫാമിലി. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒരു 10 ചോദ്യത്തോളം ചോദിക്കും. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം എഴുതാൻ പറ്റണം. അപ്പം ഇപ്പം മിസ് പഠിപ്പിക്കാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്ന ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയാൻ പോകുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആൻസറുകൾ അറിയാമോ എന്ന കാര്യങ്ങളും എൻഷുർ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 1 മാർക്കിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയാനായിട്ട് പോകുന്നത്. ദ സ്ട്രക്ചർ ഇൻ വിച്ച് there is a separation of ownership and management is called dash എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ, കമ്പനി ആണോ, ഓൾ ബിസിനസ് ഓർഗനൈസേഷൻ ആണോ? നമുക്കറിയാം എന്താണ് സ്ട്രക്ചർ ഇൻ വിച്ച് ദ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? കമ്പനിയാണ്. ഓക്കെ, അടുത്തതാണ് ദ കർത്ത ഇൻ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഹാസ്. ഏത് ടൈപ്പ് ഓഫ് ലൈബിലിറ്റി ആണ്? അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണോ, ലിമിറ്റഡ് ലൈബിലിറ്റി ആണോ, അല്ലെങ്കിൽ ലൈബിലിറ്റിയേ ഇല്ല, നോ ലൈബിലിറ്റി ഓഫ് ഫോർ ഡെപ്റ്റ്സ് എന്നാണോ വരുന്നത് എന്ന കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. കർത്ത എന്ന് പറയുന്നത് എൽഡർ മോസ്റ്റ് മെമ്പർ ആണ്. ആ ഫാമിലിയിലെ ഏറ്റവും എൽഡർ മോസ്റ്റ് മെമ്പർ ആണ്. അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലൈബിലിറ്റി ആയിരിക്കും. അപ്പം ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. അതുപോലെ തന്നെ അവരുടെ നമ്മൾ ആ ഒരു പോർഷൻ നോക്കുവാണെങ്കിൽ കർത്തയുടെ കൂടെയുള്ള ബാക്കി മെമ്പേഴ്സിനെ നമുക്ക് കോ പാസനേഴ്സ് എന്ന് പറയാനായിട്ട് സാധിക്കും. ബാക്കി മെമ്പേഴ്സിനെ നമ്മൾ കോ പാസനേഴ്സ് ആണെന്ന് പറയുന്നത്. അപ്പം ആ കോ പാസനേഴ്സിന്റെ ലൈബിലിറ്റി എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു ഭാഗം എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് പോകുക. ഇതുപോലെ 1 മാർക്ക് പഠിക്കുന്ന സമയത്ത് അതിന്റെ അറൗണ്ട് ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടെ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു പോകുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ദ പ്രിൻസിപ്പിൾ ഫോളോഡ് ഇസ് ഡാഷ്. 1 ഷെയർ 1 വോട്ട് ആണോ, 1 മാൻ 1 വോട്ട് ആണോ, നോ വോട്ട് ആണോ, മൾട്ടിപ്പിൾ വോട്ട് ആണോ? ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ണും പൂട്ടി എഴുതാം. എന്താണ്? 1 മാൻ 1 വോട്ട് ആണ് അല്ലെ. അപ്പം അതിന്റെ ഒരു സ്ലോഗൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് കാണുന്ന ഉടനെ ഇത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 1 മാൻ 1 വോട്ട് ആണ്, മറക്കരുത്. ഓക്കെ, അടുത്തതാണ് ദി ഹെഡ് ഓഫ് ദ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ തലവൻ അല്ലെങ്കിൽ തലപതി എന്നൊക്കെ പറയുന്നത് ആര് എന്നാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ നമുക്കറിയാം, നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടായിരുന്നു. പ്രൊപ്പറേറ്റർ ആണോ, ഡയറക്ടർ ആണോ, കർത്തയാണോ, മാനേജർ ആണോ? ഓക്കെ, ആരാണ് ഇതിൻ്റെ അകത്ത്? പ്രൊപ്പറേറ്റർ ആണോ, ഡയറക്ടർ ആണോ? അല്ല, നമുക്കറിയാം ആരാണ്. ഓപ്ഷൻ സി ആയ കർത്തയാണ്. ഓക്കെ, യെസ്. അപ്പം നിങ്ങൾ ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. A partner whose association with the firm is unknown to the general public. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ആണ്. അപ്പം ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആക്റ്റീവ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആക്റ്റീവ് പാർട്ട്ണർ ചെയ്യുന്ന പോലെ ഡേ ടു ഡേ ആക്ടിവിറ്റി ചെയ്യത്തില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്ലീപ്പിംഗ് പാർട്ട്ണർ ചെയ്യുന്നതായിരിക്കും. നോമിനൽ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരായിരിക്കും കൊടുക്കുന്നത്, നെയിം ആയിരിക്കും അവിടെ സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്നത്. സീക്രട്ട് പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയത്തില്ല, പുള്ളി അതിന്റെ ഒരു പാർട്ട്ണർ ആണെന്ന് ആർക്കും അറിയത്തില്ല. അതിന്റെയാണ് ഓപ്ഷൻ ഡി, സീക്രട്ട് പാർട്ട്ണർ ആണ് അതിന്റെ ആൻസർ. കാരണം എന്താണ്? അസോസിയേഷൻ വിത്ത് ദ ഫേം ഇസ് അൺനോൺ ടു ദി ജനറൽ പബ്ലിക് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ടു ഫോം എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാനായിട്ടുള്ള ഒരു മിനിമം നമ്പർ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10 ആണോ, 2 ആണോ, 7 ആണോ, 3 ആണോ? ഇതിനകത്ത് നമുക്ക് കണ്ണും പൂട്ടി ചെയ്താൽ എന്താണ്? 10 ആണ്. ഓപ്ഷൻ എ ആണ് അതിന്റെ ആൻസർ. എല്ലാവർക്കും അതിന്റെ ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ് അല്ലാത്തത് എന്തോ തന്നിട്ടുണ്ട്. അഷുറൻസ് ആണോ, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആണോ, ഇൻഡെമിനിറ്റി ആണോ, കോസ്റ്റ് പ്രോക്സിമ ആണോ? ഇതിൻ്റെ അകത്ത് 3 എണ്ണം നമ്മൾ പറഞ്ഞ് നല്ല പരിചയമുണ്ട്. പക്ഷെ ഒരാൾ അത്ര വലിയ പരിചയമില്ല. എന്താണ്? അഷ്വറൻസ്. ഓപ്ഷൻ എ ആണ് അല്ലെ. ഇതിൻ്റെ അകത്ത് നോട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ നോട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനത്തെ വാക്കുകളൊക്കെ നിങ്ങൾ നോ, നോട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിച്ച് ഇസ് നോട്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ തരുന്ന എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. നമ്മുടെ ബിസിനസ്സിലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ 4 ഓപ്ഷൻ്റെ അകത്തൊന്നും ഏതോ ഒരെണ്ണം അല്ല. അപ്പം കീപ്പിംഗ് പൊല്യൂഷൻ ഫ്രീ ആയിട്ട് വെക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമല്ലേ? നല്ല കാര്യമാണ്. ഓപ്ഷൻ ബി, മേക്കിംഗ് എക്സസീവ് പ്രോഫിറ്റ് ബൈ എനി മീൻസ്. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ബിസിനസ്സിന് പ്രോഫിറ്റ് തന്നെ നമ്മൾ നേടിയെടുക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. 3-ാമത്തെയാണ് ഗിവിംഗ് റീസണബിൾ വേജസ് ടു വർക്കേഴ്സ്. നല്ലൊരു കാര്യം അല്ലെ, പണിയെടുക്കുന്നവർക്ക് നല്ല ശമ്പളം കൊടുക്കുന്നു. 4-ാമത്തെയാണ് ഗിവിംഗ് ടാക്സസ് ടു ഗവൺമെന്റ്. അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലെ. ഗവൺമെന്റിന് നമ്മുടെ സൊസൈറ്റി ഡെവലപ്പ് ആക്കാൻ വേണ്ടി ടാക്സുകൾ കൊടുക്കുന്നു അല്ലെ. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് 2-ാമത്തെ കാര്യം മാത്രമാണ് നമുക്കൊന്ന് പിടിക്കാത്തത്. കാരണം എന്താണ്? മേക്കിംഗ് എക്സസീവ് പ്രോഫിറ്റ് ബൈ എനി മീൻ അല്ലെ. നമുക്ക് പ്രോഫിറ്റ് എങ്ങനെയൊക്കെ കാണിച്ചാലും പ്രോഫിറ്റ്, അപ്പം കള്ളത്തരത്തിലും അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമേഴ്സിന് ബേർഡൻ കൊടുത്തും പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്സിൽ വരുന്ന ഒരു കാര്യമല്ല അല്ലെ. അടുത്ത ഒരു ചോദ്യമാണ്
arrangement to acquire the right to use an asset. മിസ് ഇടയ്ക്ക് എടുത്ത് പറയുന്ന ഒരു സാധനമാണ്. യൂസ് ചെയ്യാൻ വേണ്ടി, അസെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ വിത്തൗട്ട് ഓണിങ്, ഓൺ ചെയ്യുന്നുണ്ടോ? ഓൺ ചെയ്യുന്നില്ല. അപ്പം അറേഞ്ച്മെന്റ് ടു അക്വയർ ദ റൈറ്റ് ടു യൂസ് ദി അസെറ്റ് വിത്തൗട്ട് ഓണിങ് ഇസ് കോൾഡ് ഡാഷ്. അപ്പൊ ഇതിൻ്റെ അകത്ത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഫാക്ടറിംഗ് ഉണ്ട്, ലീസിംഗ് ഉണ്ട്, ഫിനാൻസിംഗ് ഉണ്ട്, വെയർ ഹൗസിംഗ് ഉണ്ട്. ഫാക്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കിട്ടാത്തവരിൽ നിന്ന് വാങ്ങിക്കുന്ന അല്ലെ, ഫാക്ടറിനെ ഏൽപ്പിക്കുന്നു, അത് വേറെ സംഭവമാണ്. ലീസിംഗ് ഉണ്ട്, ഫിനാൻസിംഗ് ഉണ്ട്, വെയർ ഹൗസിംഗ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ ബി ലീസിംഗ് ആണ് അല്ലെ. നമ്മൾ ഈ വാടകയ്ക്ക് വീട്ടിലൊക്കെ നമ്മൾ താമസിക്കത്തില്ലേ, അപ്പം അതുപോലെ എന്താണ്, നമുക്കതിൽ ഓണർഷിപ്പ് നമുക്ക് തരുന്നുണ്ടോ? ഇല്ല, ഓൺ ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. അടുത്തതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ കോൾഡ് ഡാഷ്. എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ എന്തോ വിളിക്കും? എന്താണ്? ഓണേഴ്സ് ഓഫ് ദ കമ്പനി എന്നാണോ, പാർട്ട്നേഴ്സ് ഓഫ് ദ കമ്പനി എന്നാണോ, എക്സിക്യൂട്ടീവ്സ് ഓഫ് ദ കമ്പനി എന്നാണോ, ഗാർഡിയൻസ് ഓഫ് ദ കമ്പനി എന്നാണോ? അപ്പൊ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ടൈപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് ഉണ്ട്. പിന്നെ അവർക്ക് വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ഒരു പ്രിഫറൻസ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ദ റിയൽ ഓണേഴ്സ് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പോൾ അവർക്കും നമ്മുടെ എന്താണ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് ഇല്ല. പക്ഷെ പ്രോഫിറ്റ് കൂടുന്നതനുസരിച്ച് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ എന്തെന്നാണ് വിളിക്കുന്നത്? ദേ ആർ ദ റിയൽ ഓണേഴ്സ്. അപ്പോൾ ഓണേഴ്സ് ഓഫ് ദ കമ്പനി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സൺ ഹെൽപ്സ് ദ കസ്റ്റമർ ഇൻ ടേക്കിംഗ് ദ റൈറ്റ് ബൈയിങ് ഡിസിഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാനുഫാക്ചർ ആണോ, ഹോൾസെയിലർ ആണോ, റീറ്റെയിലർ ആണോ, കമ്മീഷൻ ഏജന്റ് ആണോ? ഇതിൻ്റെ അകത്ത് കൂടുതൽ കൺസ്യൂമർ ആയിട്ട് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആളെന്ന് പറയുന്നത് കമ്മീഷൻ ഏജന്റ് ആണോ? അല്ല. ഹോൾസെയിലർ ആണോ? അല്ല. മാനുഫാക്ചർ ആണോ? അല്ല. അവർക്ക് ഇതൊരു ബന്ധമില്ല അല്ലെ. പക്ഷേ നമ്മുടെ ഓപ്ഷൻ സി ആയ നമ്മുടെ റീറ്റെയിലർ ആണ് കൂടുതലും നമ്മുടെ എന്താണ് കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെ, പേഴ്സണൽ സെല്ലിംഗ് കാര്യങ്ങളിലൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് ബൈയിങ് ഡിസിഷൻ കൊടുക്കുന്നത് നമ്മുടെ റീറ്റെയിലർ ആയിരിക്കും. ഓക്കെ, അടുത്ത ഒരു ചോദ്യമാണ് one man one vote is the principle of dash forms of business organization. ഇതിൻ്റെ അകത്ത് one man one vote എന്ന് പറയുന്നത് ഏത് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ വരുന്നതാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണോ, അതോ ഹിന്ദു ജോയിന്റ് ഫാമിലി ബിസിനസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം one man one vote എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്, മറക്കരുത്. ഓക്കെ, അടുത്തതാണ് ഐഡന്റിഫൈ ദ ബാങ്ക് വിച്ച് കൺട്രോൾസ് ദി ഓപ്പറേഷൻസ് ഓഫ് ഓൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ദി കൺട്രി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് ആര് എന്നാണ് ചോദിക്കുന്നത്. കോഓപ്പറേറ്റീവ് ബാങ്ക് ആണോ? സെൻട്രൽ ടൈപ്സ് ഓഫ് ബാങ്ക്സിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് 4 ടൈപ്സ് ഓഫ് ബാങ്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. കോഓപ്പറേറ്റീവ് ബാങ്ക് ആണോ, സെൻട്രൽ ബാങ്ക് ആണോ, സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ആണോ, നാഷണലൈസ്ഡ് ബാങ്ക് ആണോ? ഇതിലേത് ബാങ്ക് ആണ്? നമുക്കറിയാം സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI എന്നറിയപ്പെടുന്ന നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് അല്ലെ. നമ്മുടെ ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് ആണ് വിച്ച് കൺട്രോൾസ് ദി ഓപ്പറേഷൻസ് ഓഫ് ഓൾ കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ദി കൺട്രി. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതാണ് റെസ്പെക്ടിങ് ദ റിലീജിയസ് സെന്റിമെന്റ്സ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് പീപ്പിൾ ഇൻ അഡ്വർടൈസിങ് എ പ്രോഡക്റ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ കൈൻഡ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റിക്കകത്ത് വരുന്നതാണ്. ലീഗൽ ആണോ, എത്തിക്കൽ ആണോ, എക്കണോമിക് ആണോ, ഡിസ്ക്രിഷണറി ആണോ? റിലീജിയസ് സെന്റിമെന്റ് ആണ് വരുന്നത് അല്ലെ. അപ്പം ഇതിൻ്റെ അകത്ത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് റിലീജിയസ് സെന്റിമെന്റ്സും അങ്ങനത്തെ ആൾക്കാരെ ഒന്നും വെച്ച് നമ്മൾ ഹേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ കൺസിഡർ ചെയ്യുന്ന എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം ഇത്രയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പഠിക്കാതെ പോവരുത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.